ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ആപ്പിൾ ഐഫോൺ SE 2020 വേരിയൻ്റാണ്. അപ്പോൾ ഇന്നലെയാണ് ഐഫോൺ SE 2020 വേരിയൻ്റ് ആപ്പിൾ അനൗൺസ് ചെയ്തത്. ഇതിൻ്റെ സർപ്രൈസിങ് പാർട്ട് എന്താ വെച്ചാൽ ഇതിന് വളരെ കുറച്ചാണ് പ്രൈസ് ഇരിക്കുന്നത്. $399 ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 31,000 റുപ്പീസാണ് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷേ ആക്ച്വൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 42,500 ആണ് വരുന്നത്. അത് ടാക്സസും GST എങ്ങനെയല്ല ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് 42,500 ആണ് ബേസ് വേരിയൻറ്റ്, അതായത് 64 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ ഫോൺ എത്രത്തോളം നല്ലതാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി കമ്മിങ് ടു ഐഫോൺ SE 2020. അപ്പോൾ നമ്മൾ പഴയ ഒരു ഐഫോൺ SE ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ വന്ന അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മേജർ ഓർ റാദർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതിൽ ആപ്പിളിൻ്റെ A13 ബയോണിക് ചിപ്പ് സെറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ A13 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പവർഫുള്ളായ ചിപ്പ് സെറ്റാണ്. ഐഫോൺ 11ൻ്റെ എല്ലാ വേരിയൻറ്റിലും വരുന്ന A13 ചിപ്പ് സെറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിലെ സ്നാപ്ഡ്രാഗൺ 865 ഒക്കെ പോലെ ഏറ്റവും പവർഫുള്ളായ ചിപ്പ് സെറ്റാണ് A13. അതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പെർഫോമൻസ് നമുക്ക് വളരെ മികച്ച പെർഫോമൻസ് കിട്ടും, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് സെല്ലിംഗ് പാർട്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മികച്ച പെർഫോമർ ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ മൾട്ടി ടാസ്കിങ് ഹെവി ടാസ്ക് എല്ലാം ചെയ്യുമ്പോഴും പൊതുവേ നമുക്കറിയാം ഐഫോൺസ് വളരെ സ്മൂത്താണ് പെർഫോമൻസിൽ, iOS വളരെ സ്മൂത്താണ്. അപ്പോൾ അതേ പെർഫോമൻസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 4.7 ഇഞ്ച് HD ഡിസ്പ്ലേ ഉണ്ട്, റെറ്റിന HD ഡിസ്പ്ലേയാണ്. ഒരു IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഐഫോൺ 11 സീരീസിൻ്റെ അത്ര മികച്ച ഡിസ്പ്ലേ അല്ലെങ്കിലും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസ് സെഗ്മെൻറ്റിൽ ഐഫോൺ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ആസ്പെക്ട്. പിന്നെ റെറ്റിന HD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു ആസ്പെക്ട്, ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 625 നിറ്റ്സ് ഓഫ് ബ്രൈറ്റ്നസ്സും ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു ആസ്പെക്റ്റ് ആണെന്ന് പറയാം. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഫിംഗർ പ്രിൻറ്റ് റെസിസ്റ്റൻറ്റ് ഒലിയോഫോബിക് കൂട്ടിങ്ങും ഉണ്ട്. പിന്നെ ബാക്കി ട്രൂ ടോൺ ഡിസ്പ്ലേയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ വളരെ ഒരു മികച്ച ആസ്പെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ 42,000 പല ഫോൺസിലും അങ്ങനത്തെ ഫീച്ചറിൽ, ഫോർ എക്സാമ്പിൾ ആ OnePlusൻ്റെ 7 സീരീസോ അല്ലെങ്കിൽ റിയൽമി സീരീസിലോ ഇതൊക്കെ 40-50,000 പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോൺസാണ്. ഇതിലൊന്നും തന്നെ IP67 ഇല്ല, ആ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇത് 1 മീറ്റർ ഡെപ്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം 30 മിനിറ്റ്സ്. അപ്പോൾ IP67 റേറ്റഡ് ആണ്. പിന്നെ അതുകൂടാണ്ട് ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഫീച്ചറും ഇൻക്ലൂഡഡ് ആണ്. അതും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേറൊരു ഫോണിനും ഇപ്പോൾ ആസ് ഓഫ് നൗ തരുന്നില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു സിംഗിൾ ക്യാമറ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കും 2020 ഒരു സിംഗിൾ ക്യാമറ വേർത്താണോ എന്ന് ചോദിക്കും. പക്ഷേ ആപ്പിളിൻ്റെ പൊതുവേ ക്യാമറാസ് 12 MP ക്യാമറാസ് വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്കൊരു എബോവ് ആവറേജ് പെർഫോമൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ആക്ച്വൽ ഡിവൈസ് കിട്ടിയാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ f1.8 അപ്പേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ സൂം 5x ഉണ്ട്. പിന്നെ 4K 60 and 30 FPS ഉണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം ആപ്പിളിൻ്റെ ഐഫോൺസ് എപ്പോഴും വളരെ മികച്ച വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റീസ് ആണ് വരുന്നത്. ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി വളരെ മികച്ചതായിരിക്കും. ഫോട്ടോ ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല, എങ്കിലും 6P ലെൻസും ബാക്കി പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ ആസ്പെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 4K 24, 30 and 60 FPS ഉണ്ട്. പിന്നെ 1080p റെസൊല്യൂഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സിനിമാറ്റിക് വീഡിയോ സ്റ്റെബിലൈസേഷൻ അങ്ങനെ ഒരുപാട് ഫീച്ചറും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7 MP ഫ്രണ്ട് ക്യാമറ, f2.2 അപ്പേച്ചറാണ്. ഇവിടെയും നമുക്ക് സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജ് എടുക്കാൻ സാധിക്കും 1080p റെസൊല്യൂഷനിൽ. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ ടച്ച് ID ആണ്, ഫേസ് ID അല്ല, ടച്ച് ID ആണ്. അപ്പോൾ ഡിസ്പ്ലേന് താഴെ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ടച്ച് ID എന്ന് പറയുന്നത്. അതാണ് അൺലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ഡിസൈൻ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്ക് പാനൽ ഡിസൈന് വളരെ ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫിനിഷാണ് വരുന്നത്. വളരെ പ്രീമിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ
ഫ്രണ്ട് പാനലിൽ കുറച്ചൊരു പഴയ ഡിസൈനാണ്. കാരണം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മുകളിലും താഴെയും ബെസൽസ് ഒരുപാടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്ര ഒരു മികച്ചതല്ല. കാരണം ഇപ്പോൾ നമ്മൾ ബെസൽലെസ് ഡിസൈനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ താഴത്തും മുകളിലും വളരെ ലാർജ് ബെസൽസ് എന്ന് പറയുമ്പോൾ അത്ര ഒരു കൺവിൻസിങ് ആസ്പെക്റ്റ് ഇല്ല. പക്ഷേ പലർക്കും ചെറിയ കോമ്പാക്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടും. കാരണം ചെറിയ ഡിസ്പ്ലേ ആണ്, 4.7 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, ഒന്ന് A13 ചിപ്പ് സെറ്റാണ്, ബയോണിക് ചിപ്പ് സെറ്റാണ് വരുന്നത്. പിന്നെ വയർലെസ് ചാർജിങ്, IP67 റേറ്റിംഗ്, പിന്നെ ഡീസൻറ്റ് ക്യാമറാസുമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് നമുക്ക് സാധാരണ അല്ലെങ്കിൽ ആപ്പിൾ ഫോൺസിലെല്ലാം ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യും. കാരണം ലേറ്റസ്റ്റ് ഫോൺസിലെല്ലാം അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫേസ് ടൈം വീഡിയോ കോളിംഗ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വൈഫൈ ഉണ്ട്, വോയിസ് ഓവർ വൈഫൈ ഉണ്ട്, വിയോ വൈഫൈ, അതും ആ ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ ഐഫോൺസിലും പോലെ iOS 13 ആണ്, സിരി സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡഡ് ആണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 50% ഇൻ 30 മിനിറ്റ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ആപ്പിൾ ഐഫോൺസ് പൊതുവേ ഫാസ്റ്റ് ചാർജിങ്ങിന് വലിയൊരു മുൻതൂക്കം കൊടുക്കുന്ന ഫോൺസ് അല്ല. എങ്കിലും ഇവിടെ നമുക്ക് 50% ചാർജ് ഇൻ 30 മിനിറ്റ്സ് ആണ് പറയുന്നത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ. അപ്പോൾ ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് റെഡ് ആണ്. ഇത് ബേസ് വേരിയൻ്റെ പ്രൈസ് 42,500 ആണ്. പിന്നെ 120 GB വേരിയൻറ്റും 256 GB വേരിയൻറ്റും അവൈലബിൾ ആണ്. അങ്ങനെ 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. കളേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലാക്ക്, വൈറ്റ്, പ്രൊഡക്റ്റ് റെഡ്, ഈ 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ എന്ന് അവൈലബിൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ May 1st വീക്കാണ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഈ ലോക്ക്ഡൗൺ ഇതെല്ലാം കഴിയുമ്പോഴേ ആപ്പിൾ സെയിൽ തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം May 1st വീക്ക് ഒഫീഷ്യൽ സെയിൽ തുടങ്ങുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ തോട്ട്സിൽ നമ്മൾ പലരും ചോദിക്കും, ഇത് ഫോൺ മേടിക്കണോ, ഈ ഐഫോൺ മേടിക്കാൻ വേർത്താണോ എന്നുള്ള. അപ്പോൾ 2 കേസുകളിൽ പറയാം. നമ്മൾ ഒരു പ്രീമിയം ഫോണാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മേ ബി iPhone XR കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. 1 വർഷം പഴയതാണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ലുക്കിംഗ് ഫോണാണ്. പിന്നെ കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണെങ്കിലും iPhone SE 2020 വേരിയൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്. പെർഫോമൻസ് ആണ് ഇതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്തൊരു ചീപ്പസ്റ്റ് ഐഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആസ് ഓഫ് നൗ അവൈലബിൾ ആയ ഓൾഡർ മോഡൽസ് അല്ലാതെ ന്യൂവർ മോഡൽസിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഐഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് കുറേയും കൂടെ iPhone 11 11 Pro അല്ലെങ്കിൽ 11 Pro Max ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് തീർച്ചയായും ട്രൈ ആവുന്നതാണ്. അതായത് ഐഫോൺ തന്നെ വേണമെന്നുള്ളവർക്ക് ഇത് ട്രൈ ആവുന്നതാണ്. പക്ഷേ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര ഒരു വേർത്തി ഡിവൈസ് ആയിരിക്കും എന്ന്. ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും 40-45,000 നമുക്ക് ഒരുപാട് ഫോൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ബെറ്റർ ക്യാമറാസും ബെറ്റർ ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ബിഗർ കപ്പാസിറ്റി ബാറ്ററി ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ iPhone SE അത്ര ഒരു വേർത്തി ആസ്പെക്റ്റ് ആയിരിക്കില്ല. പക്ഷേ ആപ്പിൾ യൂസർ ആണെങ്കിൽ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിലേക്ക് ആപ്പിൾ വന്നിരിക്കുകയാണ്. എൻട്രി ലെവൽ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ആപ്പിളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു എൻട്രി ലെവൽ സെഗ്മെൻറ്റാണ്. കുറേ കൂടെ അഫോർഡബിൾ സെഗ്മെൻറ്റാണ് ആപ്പിൾ iPhone SE വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ആപ്പിൾ iPhone SEൻ്റെ ഒരു ഡീറ്റെയിൽ ആസ്പെക്ട്സ്, സ്പെസിഫിക്കേഷൻ്റെ ഫീച്ചേഴ്സും പ്രൈസിങ്ങോടെ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.